ഹായ് ഫ്രണ്ട്സ്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പേപ്പർ 2024 നടന്ന കോൺസ്റ്റബിൾ, മെയിനായിട്ട് വുമൺ പോലീസ് കോൺസ്റ്റബിൾ കേട്ടോ. വുമൺ പോലീസ് ബറ്റാലിയൻ, അതേപോലെ പോലീസ് കോൺസ്റ്റബിൾ തസ്തികകൾ, അതായത് 1, 2, 3 തസ്തികകളുണ്ട്. 248/2023, അതേപോലെ 507 ഉണ്ട്, 584 ഉണ്ട്, 732 ഉണ്ട്, 733/2023. ഓക്കെ, ഇതിന് വേണ്ടിയിട്ടൊക്കെ ഒന്നിച്ച് നടന്ന കോമൺലി നടന്ന വുമൺ പോലീസ് കോൺസ്റ്റബിൾ അല്ലെങ്കിൽ വുമൺ പോലീസ് ബറ്റാലിയൻ അല്ലെങ്കിൽ പോലീസ് കോൺസ്റ്റബിൾ ആ ഒരു തസ്തിക വേണ്ടി നടന്നതാണ്. ജൂണിലാണ് നടന്നത് 2024. സോ അതിൻ്റെ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനുണ്ട്, അവിടെ നിന്ന് നോക്കാം. അതേപോലെ ഞാൻ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി, ഞാൻ അയച്ചു തരാം. വാട്സപ്പിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി. എന്തായാലും നമുക്ക് ഈ ഒരു പാർട്ടിൽ ഇതിൻ്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻസൊക്കെ എങ്ങനെയാണ് ചോദിച്ചതെന്നുള്ളതൊക്കെ ഒന്ന് നോക്കാം. എവിടെ നിന്നാണ് വന്നത്, എത്രത്തോളം PYQ ചോദിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതൊരു ഫസ്റ്റ് പാർട്ടാണ്. ഇതിൽ ഒരു 10 ക്വസ്റ്റ്യൻസേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? താഴെ പറയുന്നതിൽ ഏത് പ്രസ്താവനകളാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തെ സംബന്ധിച്ച് ശരിയായിട്ടുള്ളത്? ഓക്കെ, ഗുരുവായൂർ സത്യാഗ്രഹമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ശരിയായിട്ടുള്ളത് മാത്രം എടുത്ത് എഴുതിയാൽ മതി. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുമ്പോൾ തന്നെ 31 നവംബർ 12 എന്നുള്ളത് തെറ്റാണെന്ന് മനസ്സിലാവും. കാരണം എന്താ, ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ഗുരു എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ ഒന്നാണ് അല്ലേ, ഒന്നാണ് ദക്ഷിണ കൊടുക്കുന്നത് 1 എന്നുള്ള രീതിയിൽ 1931 ഓർത്ത് വെക്കണം. അതേപോലെ നവംബർ 1 ഓർത്ത് വെക്കണം. ഓക്കെ, 1931 നവംബർ 1 എന്ത് ചെയ്യുന്നത്, ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഓക്കെ, അപ്പോൾ ഏതാണ് ശരിയായിട്ടുള്ളത്? 31 നവംബർ 1 എന്ത് ചെയ്യുന്നത്, ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കുന്നത്. പിന്നെയുള്ളത് P. കൃഷ്ണപിള്ളയും മന്നത്ത് പത്മനാഭവും സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത നേതാക്കളും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ഓക്കെ, അതും നിങ്ങൾക്ക് അറിയാം. മന്നത്ത് പത്മനാഭ, P. കൃഷ്ണപിള്ളയൊക്കെ നമ്മൾ പറയുന്നുണ്ട്, ഞാൻ താഴോട്ട് പറയാം. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എല്ലാ ഹിന്ദുക്കൾക്കും പ്രവേശനം നൽകുക എന്നതായിരുന്നു സത്യാഗ്രഹത്തിൻ്റെ ലക്ഷ്യം. അതും എന്താണ്, ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. പിന്നെ 32 ഒക്ടോബർ 2 സത്യാഗ്രഹം അവസാനിച്ചു. ക്ലിയർ ആണ്. അപ്പോൾ തുടങ്ങിയത് 1 അവസാനിക്കുന്നത് 2 എന്ന് ഓർത്ത് വെച്ചാൽ എന്ത് കിട്ടും? 1932 കിട്ടും, ഒക്ടോബർ 2 കിട്ടും. ഓക്കെ, അപ്പോൾ 32 2, അതിൽ 31 1. ഈ ഡേറ്റുകൾ ഓർത്ത് വെക്കണം. കാരണം ഡേറ്റുകൾ ചോദിക്കുന്നത് എല്ലാത്തിൻ്റെയും ചോദിക്കാറില്ല, പക്ഷേ മെയിനായിട്ട് ഉള്ള ചില സമരങ്ങൾ, ഗുരുവായൂർ സത്യാഗ്രഹമൊക്കെ അത്ര ഇമ്പോർട്ടൻ്റ് ആണ്, അതിനൊക്കെ എന്ത് ചെയ്യാറുണ്ട്, എടുത്ത് ചോദിക്കാറുണ്ട്. ഇതിൽ കോമൺ ആയിട്ട് നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു ഫാക്ട് ഓൾറെഡി പറഞ്ഞു. പിന്നെ പ്രസിഡൻറ്റും സെക്രട്ടറി മാറിപ്പോകാതെ തന്നെ എന്ത് ചെയ്യണം, പഠിക്കണം. അപ്പോൾ സെക്രട്ടറിയിൽ ഞാൻ പറയാറുണ്ട് വരുന്നുണ്ടെങ്കിൽ കേളപ്പൻ, കേളപ്പൻ. ഓക്കെ, പ്രസിഡൻറ്റ് മന്നത്ത് പത്മനാഭൻ. ഓക്കെ, സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാണ്. ഇനി ഇതിൻ്റെ സത്യാഗ്രഹത്തിൻ്റെ വളണ്ടിയർ ക്യാപ്റ്റൻ AK ഗോപാലൻ ചോദിച്ചിട്ടുണ്ട്. ഇനി 32 സെപ്റ്റംബർ 21 കേളപ്പൻ എന്ത് ചെയ്തു, നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചു. എന്നാൽ 32 ഒക്ടോബർ 2 എന്ത് ചെയ്തു, ഗാന്ധിജി ഇടപെട്ടിട്ട് നിരാഹാര സത്യാഗ്രഹം എന്ത് ചെയ്യുന്നുണ്ട്, അവസാനിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റായിട്ട് വന്നത്. അപ്പോൾ ഇത് നോക്കി, ഇതിലെ എല്ലാ ക്വസ്റ്റ്യനും PYQ ആണ്. ഇത് ഗുരുവായൂർ സത്യാഗ്രഹമായിട്ട് ബന്ധപ്പെട്ട് കോമൺ ആയിട്ട് ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻ തന്നെയാണ് എന്ത് ചെയ്തത്, ഇതിൽ ചോദിച്ചിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ 4 പ്രധാന സംഭവങ്ങളും അവ നടന്ന വർഷങ്ങളുമാണ് നൽകുന്നത്. അപ്പോൾ അവ ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കി, രണ്ടാം വട്ടമേശ സമ്മേളനം. രണ്ടാം വട്ടമേശ സമ്മേളനം ഞാൻ പറയാറുണ്ട്, ക്ലാസ്സിൽ എടുക്കുമ്പോൾ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. 2 എന്ന് പറയുന്നത് എന്തിൻ്റെ ഒക്കെ ഇടയിൽ വരുന്ന നമ്പേഴ്സ്, 3ൻ്റെയും 1ൻ്റെയും ഇടയിലാണ് വരുന്നത് അല്ലേ. അപ്പോൾ എങ്ങനെയായിരിക്കും, 1931. ഓക്കെ, 2 എന്ന് പറയുന്നത് 3ൻ്റെയും 1ൻ്റെയും ഇടയിലാണെന്ന് ഓർത്ത് വെച്ചാൽ എന്ത് കിട്ടും, രണ്ടാം വട്ടമേശ സമ്മേളനം 1931 കിട്ടും. അപ്പോൾ ഒന്നാം വട്ട സമ്മേളനം ഏതായിരിക്കും, അതിൻ്റെ തൊട്ട് മുൻപിൽ 30. അപ്പോൾ മൂന്നാം വട്ടമേശ സമ്മേളനമോ 32. ഓക്കെ, അപ്പോൾ ഏതോ ഒന്ന് ഈ ഒരു ഒറ്റ ഫാക്ട് പഠിച്ചു വെച്ചാൽ അത് എന്ത് ചെയ്യും, അത് മൊത്തത്തിൽ കിട്ടും. അപ്പോൾ ഈ രണ്ടാം വട്ടമേശ സമ്മേളനം ഏതാ ഇയർ, 1931 കിട്ടിയ. പിന്നെ പ്രവിശ്യകളിലെ കോൺഗ്രസ് മന്ത്രിസഭകൾ രാജിവെച്ചത് 39. ഓക്കെ, ഇനി ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിച്ചു. അപ്പോൾ എത്രയോ പ്രാവശ്യം റിപ്പീറ്റായി ചോദിച്ചതാണ്. എന്ത് സംഭവമായിട്ട് ബന്ധപ്പെട്ടാണ്, ചൗരി ചൗര സംഭവമായിട്ട് ബന്ധപ്പെട്ടാണ് നിർത്തിവെക്കുന്നതൊക്കെ പറഞ്ഞതാണ്. പിന്നെ ഉള്ളത് ബർദോളി സത്യാഗ്രഹം 1928. ഓക്കെ, അപ്പോൾ ഏതാ വരും ഇതിൽ ഓപ്ഷനായിട്ട്? ഓപ്ഷൻ B ആണല്ലേ. 1 C, 2 D, 3 A, 4 B. ഓക്കെ, ഇതിൽ ഓർത്തൊക്കെ വട്ടമേശ സമ്മേളനമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഞാനൊന്ന് പറയാമോ. ഒന്നാം വട്ടമേശ സമ്മേളനം ഞാൻ പറഞ്ഞു 1931. രണ്ടാം വട്ട സമ്മേളനമാണെങ്കിൽ 30 എന്ത് 1 ഫസ്റ്റ് വട്ടമേശ സമ്മേളനം എന്ന് പറയുന്നത്. ഇനി ഇതിൽ ഇടയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താ, രണ്ടാം വട്ടമേശ സമ്മേളനത്തിലാണ് എന്ത് ചെയ്യുന്നത്, INC പങ്കെടുക്കുന്നത് കേട്ടോ. INC പങ്കെടുത്ത ഒറ്റ വട്ടമേശ സമ്മേളനമേ ഉള്ളൂ. അത് ഈ 2 നമ്മൾ ഇപ്പോൾ ക്വസ്റ്റ്യനിൽ ചോദിച്ച സെക്കൻഡിലാണ്, അതായത് നടുവിലത്തേതിലാണ് INC പങ്കെടുത്തതെന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ഒന്നുമില്ല, അതേപോലെ 3 ഇല്ല, 2ലാണ് പങ്കെടുത്തത്.
ഇനി രണ്ടാം വട്ട സമ്മേളനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച ഏക വ്യക്തി നടന്ന ആരാണ്? ഗാന്ധിജിയാണ്. ഓക്കെ, INC-നെ അപ്പോൾ ആരെങ്കിലും പ്രതിനിധീകരിക്കണമല്ലോ, അപ്പോൾ അത് ഗാന്ധിജിയാണെന്നുള്ളത് എന്ത് ചെയ്യുക, അത് ഓർത്ത് വെക്കുക. അപ്പോൾ ഈ ഗാന്ധിജി പങ്കെടുത്ത INC വട്ടമേശ സമ്മേളനം ഏതാണെന്ന് ചോദിച്ചാൽ അതും ഇത് തന്നെയാണ്, രണ്ടാം വട്ടമേശ സമ്മേളനമാണ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളെ ശരിയായ കാലഗണനാക്രമത്തിൽ ക്രമീകരിക്കും. ഓക്കെ, ലോങ് മാർച്ചൊക്കെ ഞാൻ ഇപ്പോൾ ഈ കോമൺ ആയിട്ട് എടുത്ത കഴിഞ്ഞ ആഴ്ച തന്നെ 2-3 പ്രാവശ്യം ഞാൻ പറഞ്ഞു ലോങ് മാർച്ച്. ഓക്കെ, ലോങ് മാർച്ച് ഏതാ ഇയർ? 1934. അതേപോലെ ചൈനയിലെ റിപ്പബ്ലിക്കൻ വിപ്ലവം, ചൈനയിലെ റിപ്പബ്ലിക്കൻ വിപ്ലവം 1911 നടക്കുന്നത്. ഇനി മഹത്തായ സാംസ്കാരിക വിപ്ലവം നടക്കുന്നത് 1966. ഓക്കെ, 66 ഇതൊക്കെ വരുന്നുണ്ട് കേട്ടോ. 65 വിപ്ലവം, 66 കാണാറുണ്ട്. 65 നിങ്ങൾ 65 പഠിച്ചോ. 65 എന്ത് ചെയ്യുന്നത്? മഹത്തായ സാംസ്കാരിക വിപ്ലവം. ജപ്പാൻ്റെ ചൈന ആക്രമണം. ജപ്പാൻ്റെ ചൈന ആക്രമണം 1937 ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. 37-38 37 മുതൽ 37 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഇത് കാലഗണനാക്രമത്തിൽ ചെയ്തു കഴിഞ്ഞാൽ ഏത് ആദ്യം വരിക? 2 അല്ലേ? 1911 വരിക, ആദ്യം വരുന്നത്. ഓപ്ഷൻ D ആണ് വരിക, 2-1. ഓക്കെ, 2-1 4 3 2-1 4 പിന്നെ ഏതാണ് 3 1965. അപ്പോൾ ഇത് ഓർത്തോക്കണേ. ഇതിലുള്ള ഇയറുകളൊക്കെ ചൈനീസ് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഒന്ന് ഈ കുമിന്താങ് പാർട്ടി, അതായത് ആരുടെ? സന്യാസിൻ്റെ നേതൃത്വത്തിലുള്ള കുമിന്താങ് പാർട്ടിയാണ് എന്ത് ചെയ്യുന്നത്? ഈ മംജു വംശത്തിനെ തെറിപ്പിച്ചിട്ട് 1911 ചൈനീസ് വിപ്ലവം കൊണ്ടുവരുന്നത്. ഓക്കെ, ചൈനീസ് വിപ്ലവം. അപ്പോൾ 1912 അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു? ചൈന റിപ്പബ്ലിക്കായി, ചൈനീസ് റിപ്പബ്ലിക്ക് നിലവിൽ വന്നു. ഇനി ചൈനീസ് റിപ്പബ്ലിക്കിൻ്റെ ആദ്യ പ്രസിഡന്റ് ആര് തന്നെയായിരിക്കും? ഈ സന്യാസി തന്നെയായിരിക്കും. അപ്പോൾ അത് എല്ലാ ഫാക്ടറുകളും ഒന്നിച്ച് തന്നെ എന്ത് ചെയ്യുക, അത് പഠിക്കുക. ഇനി പിന്നെ നമ്മൾ പറഞ്ഞത് ലോങ് മാർച്ചാണ് പിന്നെ വരുന്നത്. ലോങ് മാർച്ച് ഞാൻ പറയുന്നില്ല, കാരണം ഒത്തിരി ഇതിൽ പറഞ്ഞിട്ടുണ്ട്. 1934 ലോങ് മാർച്ചാണെന്നുള്ളത്. ഇനി അതിനുശേഷം ചൈന ജപ്പാൻ യുദ്ധമാണ് 37 മുതൽ 41 വരെ. പിന്നെ 1965 കാര്യം കൂടി ഓർത്തോക്കല്ല, മാവോ സേതുങ് ആരംഭിച്ച വിപ്ലവമാണ് ഇത്, മഹത്തായ തൊഴിലാളി വർഗ സാംസ്കാരിക വിപ്ലവം. അത് ഗ്രീറ്റ് പ്രൊലറ്റേറിയൻ കൾച്ചറൽ റിവല്യൂഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, മാവോ സേതുങ് തന്നെയാണ് ലോങ് മാർച്ചിൻ്റെ ഓർത്തോക്കണം. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താ? നായകത്ത് കൊടുത്തിരിക്കുന്ന ഏത് പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്? ഓക്കെ, ശരിയാണ് നമുക്ക് വേണ്ടത്, ശരിയായിട്ടുള്ള പ്രസ്താവന മാത്രം മതി. അപ്പോൾ ഇതിൽ ഏതാ വരുന്നത്? ഒന്നാമത്തെ നോക്കാം. 1944 ക്രിപ്സ് മിഷൻ ഇന്ത്യ സന്ദർശിച്ചു. ഇത് തെറ്റായുള്ള സ്റ്റേറ്റ്മെൻറ്റ്. 1942 എന്ത് ചെയ്യുന്നത്? ക്രിപ്സ് മിഷൻ വരുന്നത്. ഇനി 1946 ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യയിലേക്ക് അയച്ച ക്യാബിനറ്റ് മിഷനിൽ 3 അംഗങ്ങളുണ്ടായിരുന്നു. കറക്റ്റാണ്. ഞാൻ അത് കോഡ് ഒന്ന് പറയാറുണ്ട്, ലാക്ക്, അതായത് 1 ലക്ഷം രൂപയും കൊണ്ടാണ് അവർ വന്നതെന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇത് കിട്ടും, ലോറൻസ് അലക്സാണ്ടർ ക്രിപ്സ് എന്നുള്ളത് അവിടെ കിട്ടും. 3 പേര് ഞാൻ പറയാതെ താഴോട്ട് വരുന്നുണ്ട്. ഇനി 1945 എന്താണ്? ബ്രിട്ടനിൽ അധികാരത്തിൽ വന്ന ലേബർ പാർട്ടി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതിനെ എതിർത്തു. ഇതെന്താണ്? ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അവർ എന്ത് ചെയ്യുന്നുണ്ട്? അവർ പിന്നെ വരുന്ന ഇതാണ്, അതായത് മൗണ്ട് ബാറ്റൺ പ്രഭുവൊക്കെ കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? അത് 4ാമത്തെ ഓപ്ഷനിൽ വരുന്നുണ്ട്. അതായത് മൗണ്ട് ബാറ്റൺ പ്രഭുവാണ് ജൂൺ 3 പ്ലാൻ അല്ലേ, ബിക്കി ബേർഡ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ജൂൺ 3 പ്ലാൻ തയ്യാറാക്കുന്ന ആരാണ്? മൗണ്ട് ബാറ്റൺ പ്രഭുവാണ്. അപ്പോൾ ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതിലാകെ ശരിയായിട്ടുള്ളത് 2-4 മാത്രം. ഓപ്ഷൻ D ആണ്, 2-4 എന്തെന്നുള്ളൂ ശരിയായിട്ടുള്ളൂ. അപ്പോൾ ക്രിപ്സ് മിഷനെ പറ്റി പറയുകയാണെങ്കിൽ 1942 എത്തുന്നത്. പിന്നെന്താ? ക്രിപ്സ് മിഷനെതിരെ ഒരു INC സെഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു 1942 ബോംബെ ഗോവാലിയ ടാങ്ക് മൈതാനത്തിൽ വെച്ച് ഒരു IS സമ്മേളനം നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ ക്രിപ്സ് മിഷനെ വിശേഷിപ്പിച്ചുകൊണ്ട് ഗാന്ധിജി പറഞ്ഞ ഒരു കോട്ടുണ്ട്, അത് ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യാറുണ്ട്? ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. എന്താ ചോദിക്കുന്നത്? തകർന്നുകൊണ്ടിരിക്കുന്ന ബാങ്കിൻ്റെ പിൻ രീതിയായിട്ട് ചെക്ക് എന്ന് ക്രിപ്സ് മിഷനെ വിശേഷിപ്പിച്ചത് ആരാണെന്ന് ചോദിക്കാറുണ്ട്. എന്തിനാണ് വിശേഷിപ്പിച്ചതെന്ന് ചോദിക്കാറുണ്ട്. അതേതാ? ഗാന്ധിജിയാണ് വിശേഷിപ്പിച്ചത്, ക്രിപ്സ് മിഷനാണ് വിശേഷിപ്പിച്ചത്. ഇനി ക്യാബിനറ്റ് മിഷനിൽ അംഗങ്ങളെ ഞാൻ പറഞ്ഞു ഏത് കോഡ് വെച്ചിട്ട്? LAC. അവർ ക്യാബിനറ്റ് മിഷന് ക്യാബിനറ്റിൽ നിന്ന് 1 ലക്ഷമായിട്ട് വന്നാന്ന് ഓർത്ത് വെച്ചാൽ LAC, ലോറൻസ് അതേപോലെ അലക്സാണ്ടർ സ്റ്റാഫോർഡ് ക്രിപ്സ്, ഇത് 3 പേരാണ് വന്നെന്നുള്ള എന്ത് ചെയ്യുക അവിടെ ഓർത്ത് വെക്കുക. ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ, ഇത് ഞാൻ പറഞ്ഞു, ഇത് തൊട്ട് മുമ്പ് തലേദിവസം എടുത്ത ഇന്നത്തെ ക്ലാസ്സിൽ പോലും ഞാൻ ഇത് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. വിഭാഗത്തിലെ ബന്ധം മനസ്സിലാക്കിയ വിഭാഗം, അതായത് 1857 വിപ്ലവവും അതേപോലെ ആ വിപ്ലവം ഓരോ സ്ഥലത്ത് ആരാണ് നയിച്ചതെന്നുള്ളത്. ഓക്കെ, അതുമാണ് ഇതിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കാൺപൂരിൽ നാനാ സാഹിബ്, അത് അറിയാം, കണ്ണ് നയനം എന്നുള്ളത് എന്ത് ചെയ്യും അവിടെ കിട്ടും. പിന്നെ അതിനുശേഷം ചോദിക്കുന്ന ആരയിൽ പിന്നെ വിപ്ലവം നയിച്ചത്, ആരയിൽ വിപ്ലവം നയിച്ചത് ആരാണെന്നാണ് ക്വസ്റ്റ്യൻ കേട്ടോ. ആരയിൽ വരുന്നത് കൻവർ സിംഗ് ആണ് കേട്ടോ. കൻവർ സിംഗ് അത് നോർമലി നിങ്ങൾക്ക് എങ്ങനെ ഓർത്ത് വെച്ചാൽ പറയാം. ഇപ്പോൾ ക്ലാസ്സിലൊക്കെ പാട്ട് പാടി കഴിഞ്ഞാൽ ആരാന്ന് ചോദിക്കും അല്ലേ ടീച്ചേഴ്സ് ആരാണ് പാട്ട് പാടിയത്? സിംഗ് എന്നുള്ള ഓർത്ത് വെച്ചാൽ കൻവർ സിംഗ് എന്നുള്ളത് എന്ത് ചെയ്യും അവിടെ കിട്ടും. പിന്നെ ഡൽഹിയിൽ
ബഹദൂർ ഷാ സെക്കൻഡ് ആണ് ഡൽഹി. ജനറൽ ഭക്ത് ഖാനൊക്കെ വരുന്നുണ്ട് അതിൽ, അത് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ഇത് മൊത്തത്തിൽ. അപ്പോൾ ഇതാണ് മെയിനായിട്ട് നിങ്ങൾ പഠിച്ചേക്കേണ്ടത്. ഇത് ഫുള്ളായിട്ട് ചോദിക്കാറുണ്ട് ഇതിൽ ഏകദേശം. അപ്പോൾ ഇത് ഡൽഹിയിൽ ബഹദൂർ ഷാവും ജനറൽ ഭക്ത് ഖാനും ഉണ്ട്, അതും കൂടി ഓർത്തോക്കുക. പിന്നെ ബറൂട്ട് എന്ന് വെച്ചാൽ ബറൂട്ട് പർഗാന കേട്ടോ. ഇതാ ഇവിടെ ബറൂട്ട് പർഗാന വരുന്നത്, ഇതാ ബറൂട്ട് പർഗാന ഷാമാൾ. അതും ഞാൻ എന്ത് പറയാറുണ്ട്, ബറൂട്ട് പർഗാന ഗാനം മാളിലൊക്കെ ഇപ്പോൾ ഗാനം കേൾക്കാറുണ്ടെന്നുള്ള ഓർത്തിട്ട് വെച്ചാൽ അത് കിട്ടും. ഓക്കെ, ഷാമാൾ. അപ്പോൾ ഇതാണ് ഇതിൽ വരുന്ന ഓപ്ഷൻ സി ആണ്. കൺവർ സിംഗും അതേപോലെ എന്താണ് ഷാമാളും. ഓക്കെ, ഇതും എത്രയോ പ്രാവശ്യം എന്ത് ചെയ്തിട്ടുണ്ട്, റിപ്പീറ്റഡായിട്ട് എത്രയോ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഇതും കൂടി എന്ത് ചെയ്യുക, ഈ ഒരു ടേബിളും കൂടി നന്നായിട്ട് എന്ത് ചെയ്യുക ഒന്ന് നോക്കി വെക്കുക. പിന്നെ ഇതിൽ ആറാമത്തത്, താഴെ കൊടുത്തുള്ള ഏത് പ്രസ്താവനകളാണ് തെറ്റായിട്ടുള്ളത്. ഓക്കെ, തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, തെറ്റ്. ഇനി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, 1946 ഡിസംബർ 10 ഐക്യരാഷ്ട്ര സംഘടന പൊതുസഭ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തി. ഇത് തെറ്റാട്ടോ. അപ്പോൾ ഇതായിരിക്കും ഓരോ ഓപ്ഷൻ വരുന്നത്. ഒന്ന് 48 എന്ത് ചെയ്യുന്നത്, മനുഷ്യാവകാശ പ്രഖ്യാപനം നടക്കുന്നത് 48. ഇനി രണ്ടാമത്തെ എന്താ, ലോക വ്യാപാര സംഘടന 1995 ജനുവരി 1 പ്രവർത്തനം ആരംഭിച്ചു. ഇത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. പിന്നെ ലോക വ്യാപാര സംഘടന ആസ്ഥാനം ന്യൂയോർക്കാണ്. ഇത് തെറ്റാണ്. ജനീവയാണ് എന്ത് ചെയ്യുന്നത്, ഇവരുടെ ആസ്ഥാനം. അത് ഞാൻ പറയാറുണ്ട്, എങ്ങനെ ഓർത്തൊക്കെ, വ്യാപാരം വാൽ അവസാനിക്കുന്ന ഒരു സ്ഥലം ഏതാണെന്ന് ഓർത്ത് വെച്ചാൽ മതി, ജനീവ. അപ്പോൾ വ്യാപാരം എന്നുള്ളത്, അപ്പോൾ അത് രണ്ടും അവിടെ കിട്ടും. അപ്പോൾ ഇതിൽ നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഏതാ ശരിയായിട്ടുള്ളതല്ല, ഏത് പ്രസ്ഥാനങ്ങളാണ് തെറ്റായിട്ടുള്ളതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഏതാ ഇതിൽ തെറ്റായിട്ടുള്ളത്, 1, 3 തെറ്റാണ്. ഓക്കെ, 1, 3 ഓപ്ഷൻ സി ആണ്. 1, 3 ഇതിൽ തെറ്റായിട്ടുള്ളത്. ഇനി വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനെ പറ്റി പറയുകയാണെങ്കിൽ 95 ജനുവരി 1 സ്ഥാപിതമായി. ജനീവയാണ് ആസ്ഥാനം. രണ്ടും ഓൾറെഡി പറഞ്ഞു ഞാൻ. ഇനി ലോക വ്യാപാര സംഘടനയുടെ മുൻഗാമി എന്നറിയപ്പെടുന്ന ഒരു കരാറുണ്ട്, അതാണ് ഗാട്ട് കേട്ടോ. അത് ഓർത്തോക്കണേ, അത് ചോദിക്കാറുണ്ട്. ജനറൽ എഗ്രിമെൻ്റ് ഓൺ ടാരിഫ്സ് ആൻഡ് ട്രേഡ്, ഗാട്ട്. 48 ജനുവരി 1 എന്ത് ചെയ്യുന്നത്, ഈ ഗാട്ട് നിലവിൽ വരുന്നത്. അതൊന്ന് ഓർത്തോക്കുക. പിന്നെ അതിൽ തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു ഇത്, 1948 ഡിസംബർ 10 എന്ത് ചെയ്യുന്നത്, പാരീസ്. ഓർത്തോക്കണേ, പാരീസ് മറന്നു വരുന്നത്. പാരീസിൽ ചേർന്ന ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ ജനറൽ അസംബ്ലിയാണ് എന്ത് ചെയ്യുന്നത്, യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, അതായത് അന്താരാഷ്ട്ര മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തുന്നത്. 48 ഈ ഡേറ്റും വേണം, ഡിസംബർ 10 എന്നുള്ളത് ആ ഒരു ഡേറ്റ് വിത്ത് സ്ഥലം കേട്ടോ. അത് ഓർത്തോക്കണേ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ, കരിമ്പ് കൃഷി. ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇതും പ്രീവിയസ് ഇയർ എത്രയോ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. കരിമ്പ് കൃഷി, പരുത്തി കൃഷി തുടങ്ങിയ അനുയോജ്യമായ കറുത്ത പരുത്തി മണ്ണ് ഉണ്ടാക്കുന്നത് ഏത് പാറ പൊടിഞ്ഞാണ്. ഓക്കെ, ഇത് ഞാൻ കോഡായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താ, നമ്മൾ നോർമലി നാട്ടിലൊക്കെ ഒരു ബസ് പോയി കഴിഞ്ഞാൽ എന്തുണ്ടാവും, അതിൻ്റെ പുറകിലായിട്ട് കുറേ മണ്ണുണ്ടാവും, അതേപോലെ കറുത്ത പുകയുണ്ടാവും. ഓക്കെ, അങ്ങനെ ഓർത്ത് വെച്ചാൽ എന്ത് കിട്ടും, ബസാൾട്ടിൽ നിന്നാണ് എന്ത് വരുന്നത്, കറുത്ത പരുത്തി മണ്ണ് ഉണ്ടാകുന്നത്. എവിടെ നിന്നാണ് കിട്ടും, ബസാൾട്ടിൽ നിന്നാണ് കിട്ടും. ഓക്കെ, അങ്ങനെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇനി ഇതിൽ കറുത്ത പരുത്തി മണ്ണുകൊണ്ട് പറയുകയാണെങ്കിൽ ഡക്കാൻ പീഠഭൂമിയുടെ ഏകദേശ ഭൂരിഭാഗം കേട്ടോ കറുത്ത പരുത്തി മണ്ണാണ്. കറുത്ത പരുത്തി മണ്ണ് ബസാൾട്ട് ശില ഓൾറെഡി പറഞ്ഞു. പിന്നെ കറുത്ത പരുത്തി മണ്ണ് ഏത് പേരിൽ അറിയപ്പെടുന്നുണ്ട്, ചെർണോസം എന്ന പേരിൽ അറിയപ്പെടുന്നത് കറുത്ത പരുത്തി മണ്ണാണ്. അതാണ് ഇത് ചെർണോബിൽ എന്നുള്ളത് ഓർത്ത് വെച്ചാൽ മതി. ഒരു കറുത്ത ഒരു അധ്യായമല്ലേ ചെർണോബിൽ ദുരന്തം, ആ ഒരു രീതിയിൽ ഒന്ന് ഓർത്ത് വെച്ചാൽ എന്ത് ചെയ്യും, അവിടെ കിട്ടും. ഇനി റിഗർ മണ്ണെന്നും പരുത്തി മണ്ണെന്നും എന്ത് ചെയ്യുന്നുണ്ട്, ഈ കറുത്ത മണ്ണ് അറിയപ്പെടുന്നുണ്ട് കേട്ടോ. റിഗർ മണ്ണെന്നും പരുത്തി മണ്ണ്. ഈ കറുത്ത മണ്ണിന് ഒരു പ്രത്യേകത ഉണ്ട്, അതായത് വരൾച്ച കാലത്ത് എന്ത് ചെയ്യും, മണ്ണിൽ വ്യാപകമായിട്ട് വിള്ളലുണ്ടാക്കും. അങ്ങനെ വിള്ളലുണ്ടാക്കുന്നതിനെ പറ്റി ഒരു പേരുണ്ട് അതിന് പറയുന്നത്, അതായത് സ്വയം ഉഴുതുമറിക്കൽ പ്രക്രിയ. അപ്പോൾ സ്വയം ഉഴുതുമറിക്കൽ പ്രക്രിയക്ക് വിധേയമാകുന്ന മണ്ണ് ഏതാണെന്ന് ചോദിച്ചാൽ എന്താ, കറുത്ത മണ്ണാണ് കേട്ടോ. കറുത്ത മണ്ണ്, കറുത്ത പരുത്തി മണ്ണ് എന്നൊക്കെ ഒരേ സംഭവം തന്നെ. പിന്നെ ഇതിൽ കറുത്ത പരുത്തി മണ്ണിൽ കൃഷി ചെയ്യുന്ന വിളകൾ ഏതൊക്കെയാണ്, പരുത്തിയും നിലക്കടലയാണ്. ഓക്കെ, പരുത്തിയും നിലക്കടല. പാലക്കാട് ജില്ലയിലെ ചിറ്റൂരൊക്കെ നിങ്ങൾ ഓർമ്മ ഉണ്ടാവും, റാങ്ക് ഫയലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇനി ഇതിൽ താഴെ കൊടുത്തിരിക്കുന്ന വാതകങ്ങളിൽ ഹരിതഗ്രഹ പ്രഭാവത്തിന് കാരണമാകുന്നത് ഏത്. ഇതും ഒത്തിരി പ്രാവശ്യം എന്ത് ചെയ്തിട്ടുണ്ട്, റിപ്പീറ്റഡായിട്ട് ഒത്തിരി പ്രാവശ്യം ചോദിച്ചതാണ്. കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, താഴെ കൊടുത്തിരിക്കുന്ന വാതകങ്ങളിൽ ഏറ്റവും കൂടുതൽ ഹരിതഗ്രഹ പ്രഭാവത്തിന് കാരണമാകുന്ന ഏത് തന്നെയാണ്, കാർബൺ ഡൈ ഓക്സൈഡ്, CO2 ആണ്. ഓസോണിലൊന്നും പോകല്ല, ഓസോണിൽ എന്തെല്ലാം ഇതിൽ വരുന്നതല്ല. അപ്പോൾ CO2 ആണ്. അപ്പോൾ ഹരിതഗ്രഹ പ്രഭാവമായിട്ട് ബന്ധപ്പെട്ട് മെയിനായി ചോദിക്കണം. ഒന്ന് ഹരിതപ്രഭാവം കണ്ടെത്തിയത് ജോസഫ് ഫോറിയർ കേട്ടോ, ഫോറിയർ ഓർത്തോക്കണം. ഇനി ഹരിതഗ്രഹ പ്രഭാവത്തിനും അതേപോലെ ആഗോളതാപനത്തിനും കാരണമാകുന്ന
പ്രധാനപ്പെട്ട മറ്റ് വാതകങ്ങൾ. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡാണ് ഫസ്റ്റ് വരുന്നത്, അതിനുശേഷം മീഥേൻ ഉണ്ട്, അതേപോലെ നൈട്രസ് ഓക്സൈഡ് ഉണ്ട്, ക്ലോറോഫ്ലൂറോ കാർബൺ CFC എന്ന് പറയുന്ന ക്ലോറോഫ്ലൂറോ കാർബണും കൂടിയുണ്ട്. ഈ ആഗോളതാപനം തടയാനുള്ള മാർഗ്ഗങ്ങൾ, ഇതൊരു പ്രീവിയസ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. മാർഗ്ഗങ്ങളിൽ പെടുന്നത് അല്ലെങ്കിൽ പെടാത്തത് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ തടയാനുള്ള മാർഗ്ഗങ്ങൾ ഏതൊക്കെയാണ്? ഫോസിൽ ഇന്ധനത്തിൻ്റെ ഉപയോഗം കുറക്കുക, അതേപോലെ ഊർജ്ജ ഉപയോഗത്തിൻ്റെ ക്ഷമത വർദ്ധിപ്പിക്കുക, പിന്നെന്താ വനനശീകരണം കുറക്കുക, മരങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് വെച്ച് പിടിക്കുക, ജനസംഖ്യ നിയന്ത്രിക്കുക. ഓക്കെ, ആ കാര്യങ്ങൾ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കാനേ ഉള്ളൂ, കൂടുതൽ ബയോട്ടാക്കാനൊന്നും ഇതൊന്നും നിൽക്കരുത്. ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഉത്തര രാജസ്ഥാന് ജലസേചനത്തിന് വേണ്ടി നിർമ്മിച്ച ഇന്ദിരാ കനാൽ ഏത് നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഇന്ദിരാ കനാൽ ഏത് നദിയിലാണ്? സത്ലജ് നദിയിലാണ് കേട്ടോ. സത്ലജ് നമുക്ക് ഏതൊക്കെ ഇതിൽ പഠിക്കാണ്ട്? ഒന്ന് ഇന്ദിരാ കനാലിനെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ കനാൽ പദ്ധതിയാണ് കേട്ടോ ഇന്ദിരാ കനാൽ. ഈ സത്ലജ് ഓർത്ത് വരുമ്പോൾ ഫസ്റ്റ് മൈൻഡിൽ വേണ്ട എന്താ? ബക്രാനങ്കലാണ്. ബക്രാനങ്കൽ ഡാം, ബക്രാനങ്കൽ പദ്ധതിയൊക്കെ ഏത് നദിയിലാണ് വരുന്നത്? സത്ലജ് നദിയിലാണ് വരുന്നത്. ഈ ബക്രാനങ്കലാണ് എന്ത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതിയാണ് ഇത് ബക്രാനങ്കൽ. ഈ സത്ലജിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? സത്ലജ് ടിബറ്റിൽ നിന്ന് ഉത്ഭവിക്കുന്ന സിന്ധുവിൻ്റെ ഏക പോഷക നദിയാണ് ഇത് സത്ലജ്. ടിബറ്റിൽ നിന്നാണ് ഈ സത്ലജ് ഉത്ഭവിക്കുന്നത്. ഒന്നുകൂടി എന്ത് ചെയ്യാം, പോയിന്റ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചു. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? പളനി മലകളിൽ സ്ഥിതി ചെയ്യുന്ന ഹിൽ സ്റ്റേഷൻ ഏതാണ്? ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, ഇത് ചോദിച്ചിട്ടുണ്ട് മുമ്പ്. ഓക്കെ, പളനി മലകളിൽ സ്ഥിതി ചെയ്യുന്ന ഹിൽ സ്റ്റേഷൻ ഏതാ? കൊടൈക്കനാലാണ് പളനി മലകളിൽ സ്ഥിതി ചെയ്യുന്ന ഹിൽ സ്റ്റേഷൻ. ഇതൊക്കെ വരുന്നില്ലേ, നമുക്കറിയാം ഏകദേശം ഇന്ത്യ എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഇവിടെ എന്ത് കണ്ടും വെസ്റ്റേൺ ഘട്ട്സ്, ഓക്കെ, പശ്ചിമഘട്ടം വരും, ഇവിടെ പൂർവ്വഘട്ടം വരും. അപ്പോൾ ഈ പൂർവ്വഘട്ടത്തിൽ വരുന്ന മലകളാണ് ഇതൊക്കെ. ഈ കൊടൈക്കനാൽ, പളനി മലകൾ, ഇതൊക്കെ അവിടെയാണ് വരുന്നത്. അപ്പോൾ പൂർവ്വഘട്ടത്തിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഇത്, ഈ ചിന്തഗത കൊടുമുടി, ചിന്തഗത പീക്ക് എന്ന് പറയും. ഓക്കെ, അതൊന്ന് ഓർത്ത് നോക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ പൂർവ്വഘട്ടത്തിലെ മെയിനായിട്ടുള്ള കൊടുമുടികളാണ് ഇതൊക്കെ. ജാവടിക്കുന്ന്, നല്ലമല, പളനി, നൽക്കൊണ്ട. കാരണം ഇത് ക്വസ്റ്റ്യൻ ചോദിക്കാൻ മിക്കവാറും ഇങ്ങനെയായിരിക്കും, പൂർവ്വഘട്ടത്തിലെ അല്ലെങ്കിൽ പശ്ചിമഘട്ടത്തിൽ പെടുന്നത് പെടാത്തതെന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ ഇതും കൂടി ഓർത്ത് നോക്കാം. ജാവടിക്കുന്ന്, നല്ലമല, പളനി, നൽക്കൊണ്ട, ഇതൊക്കെ പൂർവ്വഘട്ടത്തിൽ വരുന്നതാണ്. ഓക്കെ, ഇനി പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഏകദേശം നോക്കി, ഇവിടെ ഒരു കണക്ഷൻ വരുന്നുണ്ട്. ഈ കണക്ഷനാണ് എന്ത്? നീലഗിരി. ഓക്കെ, അതെങ്ങനെ ഓർത്ത് നോക്കാം? നമുക്കൊരു ബൗണ്ടറി അല്ലേ ഇവിടെ, ചിലപ്പോൾ ബൗണ്ടറി ഒക്കെ വരഞ്ഞിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, നീല ഒരു വര കൊണ്ടായിരിക്കും അല്ലേ ബൗണ്ടറി വരഞ്ഞിരിക്കുന്നത്. ആ നീലഗിരി എന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? അവിടെ നീലഗിരി കുന്നുകളാണ് ഈ പശ്ചിമഘട്ടത്തെയും പൂർവ്വഘട്ടത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതെന്നുള്ളത് അവിടെ കിട്ടും. ഇനി നീലഗിരി കുന്നുകളിൽ വരുന്ന ഏറ്റവും ഉയരം കൂടിയ പ്രദേശമാണ് ഏത്? ദോഡ ബേട്ട. നീലഗിരിയുടെ റാണി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ഇത് ഊട്ടി. നീലഗിരിയുടെ റാണിയാണ് ഊട്ടി. ഇനി നീലഗിരി കുന്നുകളിൽ അധിവസിക്കുന്ന ആദിവാസി വിഭാഗത്തിൻ്റെ പേരാണ് തോടർ. ഓക്കെ, ഇതൊക്കെ ഫാക്റ്റാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, എന്ത് ചെയ്യുക, അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കുക. അപ്പം ഇത്രയാണ് 10 ക്വസ്റ്റ്യൻസ്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളൊക്കെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കട്ടോ. ഞാൻ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, താഴെ അതിൻ്റെ ലിങ്ക് കൊടുക്കുക ക്വസ്റ്റ്യൻ പേപ്പറിന്. അതിൻ്റെ ഫൈനൽ ആൻസർ കീ എന്തുണ്ടാവും? അവസാനത്തെ പേജിലായിട്ട് ഫൈനൽ ആൻസർ കീ ഉണ്ടാവും. കോഡ് A ആയിരിക്കും കേട്ടോ. നിങ്ങൾ പേജിൻ്റെ ലാസ്റ്റ് നോക്കിയാൽ മതി, കോഡ് A ആയിരിക്കും. അതിൽ നോക്കിയിട്ട് എന്ത് ചെയ്യുക, എല്ലാ ക്വസ്റ്റ്യൻസും ഒന്ന് അനലൈസ് ചെയ്തിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നമുക്ക് വേറെ ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് അടുത്ത ക്ലാസ് കാണാം. ഓക്കെ, ബൈ.